സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിരസിച്ചതിനെ തുടർന്നാണ് സക്കീർ ഹുസൈൻ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ കേസിന്റെ സ്വഭാവം ഗൗരവതരമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തി. തട്ടിക്കൊണ്ടുപോയെന്നതിൽ തെളിവ് ശേഖരണം അനിവാര്യമാണെന്ന് കോടതി പറഞ്ഞു. ഇതേ കേസിലെ 2-3 പ്രതികൾ അറസ്റ്റിലാണെന്നും കോടതി നിരീക്ഷിച്ചു. കേസിന്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ച് സക്കീർ 7 ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കീഴടങ്ങുന്ന പക്ഷം അറസ്റ്റ് രേഖപ്പെടുത്തി അന്ന് തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കണം. സക്കീർ പ്രോസിക്യൂട്ടർക്ക് മുൻകൂർ അപേക്ഷ നൽകിയാൽ കീഴ്ക്കോടതി അന്ന് തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. സംഭവത്തിൽ പരാതിക്കാരൻ പരാതി നൽകുന്നതിനുണ്ടായ കാലതാമസം അടക്കമുള്ള കാര്യങ്ങൾ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കീഴ്ക്കോടതിക്ക് പരിശോധിക്കാവുന്നതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് 2 ആഴ്ചയിലധികമായി സക്കീർ ഹുസൈൻ ഒളിവിലാണ്. ഇതിനിടെ സക്കീറിനെ കളമശ്ശേരി മേഖലയിൽ കണ്ടതായി ചിലർ പോലീസിന് വിവരം നൽകിയെങ്കിലും തിരച്ചിൽ തുടരുകയാണെന്നാണ് പോലീസ് ഭാഷ്യം. സംഭവത്തെ തുടർന്ന് സക്കീറിനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. സക്കീർ ഗുണ്ടയാണെന്നും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നുമാണ് സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും സർക്കാർ നിലപാടെടുത്തത്. എന്നാൽ സക്കീർ ഗുണ്ടയല്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. വനിതാ വ്യവസായിയെ ഭീഷണിപ്പെടുത്തി പണവും വാഹനവും തട്ടിയെടുത്ത കേസിൽ കസ്റ്റഡിയിൽ കഴിയുന്ന DYFI നേതാവ് കറുകപ്പള്ളി സിദ്ദിഖ്, കൂട്ടാളി ഫൈസൽ എന്നിവർ ഇതേ കേസിലും പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റിലാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.